നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ആക്സിലേഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തു: ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്, സ്പീഡ്, വെലോസിറ്റി. ഈ 4 കാര്യങ്ങളിലും സംശയമില്ല. യൂണിഫോം വെലോസിറ്റിയായി, യൂണിഫോം സ്പീഡായി, യൂണിഫോം മോഷനായി, ആവറേജ് വെലോസിറ്റിയായി, ഇൻസ്റ്റന്റേനിയസ് ആയി. ഇതുപോലെ ആക്സിലേഷൻ അങ്ങ് ഡിഫൈൻ ചെയ്യാം. ആക്സിലേഷനെ കുറിച്ച് കൊച്ചു ക്ലാസ് കേട്ടിട്ടുണ്ട്. വാഹനങ്ങളുടെയൊക്കെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനത്തെ നമ്മൾ പേര് വിളിക്കും. ബൈക്കിനായാലും കാറിനായാലും ആക്സിലറേറ്റർ. ആക്സിലറേറ്റർ ബൈക്കൊക്കെ ഇങ്ങനെ ആക്കുന്ന സാധനമില്ലേ, ആക്സിലേറ്റർ. കാറാണെങ്കിൽ കാല് വെച്ചുകൊണ്ട് ചവിട്ടി സ്പീഡ് കൂട്ടുന്ന സംവിധാനം ആക്സിലറേറ്റർ. അപ്പൊ എന്താണ് ആക്സിലറേറ്റർ? എന്താണ്? സ്പീഡ് കൂട്ടുന്ന സംവിധാനം അല്ലേ അല്ലേ? അപ്പൊ ആക്സിലേഷനോ? സ്പീഡ്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം. ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എപ്പോഴെങ്കിലും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പാർട്ടിക്കിളിന് ആക്സിലേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഒരു ബസ് റെസ്റ്റ് നിന്ന് ട്രാവൽ ചെയ്യണം. ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ്. യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ വെലോസിറ്റി വളരെ കുറവായിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്പീഡ് തന്നെയാണ് വെലോസിറ്റി. സ്പീഡ് വളരെ കുറവായിരിക്കും. കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ക്രമേണ അവൻ എന്ത് ചെയ്യും? സ്പീഡ് കൂടി പോവുക. ഈ സ്പീഡ് കൂടി പോകുമ്പോൾ ഇവൻ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കിളിന് ആക്സിലേഷൻ ഉണ്ടാകണമെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകണം. വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ പാർട്ടിക്കിളിന് ആക്സിലേഷൻ ഉണ്ട്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പാർട്ടിക്കിളിന് ആക്സിലേഷൻ ഉണ്ട്. അപ്പൊ വണ്ടി ബസ് പൊക്കോണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കോ, ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കുറയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പീഡ് കുറയുകയല്ലേ? സ്പീഡ് കുറയുകയാണെങ്കിൽ അതിന് ആക്സിലേഷൻ എന്ന് വിളിക്കത്തില്ല, മറിച്ച് വിളിക്കുന്ന പേരാണ് ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് വിളിക്കും. ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. അപ്പൊ എന്താണ് ഡീസിലറേഷൻ, എന്താണ് റിട്ടാർഡേഷൻ? രണ്ടും ഒന്ന് തന്നെയാണ്. whenever the velocity is decreasing, ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യണമെങ്കിൽ, ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റിക്ക് ഡിക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡീസലേഷൻ വിളിക്കാം. ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ ആക്സിലേഷൻ വിളിക്കാം. അപ്പൊ ഒരു കല്ല് മുകളിൽ താഴേക്ക് വീഴുമ്പോൾ, ഒരു മാങ്ങ മുകളിൽ താഴേക്ക് വീഴുമ്പോൾ അതിന് ആക്സിലേഷനോ ഡീസലേഷനോ? സ്പീഡ് കൂടുകയല്ലേ, അപ്പൊ ആക്സിലേഷൻ. ഒരു പന്ത് തലയിൽ കൂടെ നമ്മൾ ഉരുട്ടി വിടുകയാണ്. പന്ത് തലയിൽ കൂടെ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് സ്പീഡ് കുറയുമോ കൂടുമോ? സ്പീഡ് കുറയും. ഫ്രിക്ഷൻ ഫോഴ്സ് കൊണ്ട് സ്പീഡ് കുറയും. അപ്പൊ സ്പീഡ് കുറയുന്നെങ്കിൽ അത് റിട്ടാർഡേഷനാണ്. ആക്സിലറേഷന്റെ നെഗറ്റീവ് വാല്യൂ ആണ് റിട്ടാർഡേഷൻ. പോസിറ്റീവ് വാല്യൂ, ആക്സിലേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ആക്സിലേഷനും, നെഗറ്റീവ് ആണെങ്കിൽ റിട്ടാർഡേഷൻ. അപ്പൊ എന്താണ് ആക്സിലേഷൻ? എങ്ങനെ ഡിഫൈൻ ചെയ്യാം ആക്സിലേഷനെ? ആക്സിലേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് the rate of change of velocity. വെലോസിറ്റി ചേഞ്ചിന്റെ റേറ്റ് ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ടൈമിൽ ഉണ്ടാക്കുന്ന വെലോസിറ്റി ചേഞ്ച് ആണ് ആക്സിലേഷൻ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതാം: ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ A is equal to change in velocity by time. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, അതാണ് ആക്സിലേഷൻ. മനസ്സിലായോ? അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കാൾഡ് ആക്സിലറേഷൻ. അപ്പൊ എന്തായിരിക്കും യൂണിറ്റ് ആക്സിലറേഷന്റെ? വെലോസിറ്റി ചേഞ്ച് ആണ് എന്നുവെച്ചാൽ വെലോസിറ്റി തന്നെയാണ്. അപ്പൊ എവന്റെ യൂണിറ്റ് മീറ്റർ സെക്കൻഡ് റൈസ് ടു -1. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ എന്ത് വരും? മീറ്റർ സെക്കൻഡ് റൈസ് ടു -2. മീറ്റർ സെക്കൻഡ് റൈസ് ടു -2 ആണ് യൂണിറ്റ് ഓഫ് ആക്സിലേഷൻ. ഡയമെൻഷനോ? നേരത്തെ പഠിച്ചിട്ടുള്ളതാ. ഡയമെൻഷൻ ഓഫ് ആക്സിലേഷൻ ആകുമ്പോഴത്തേക്ക് വെലോസിറ്റി ചേഞ്ച് L(t⁻⁻1) by t⁻1. അപ്പൊ t⁻1 മോളിൽ പോകുമ്പോൾ എന്ത് വരും? L(t⁻2) വരും. അപ്പൊ the dimension of acceleration is L(t⁻2). അപ്പൊ യൂണിറ്റ് ഈസ് മീറ്റർ സെക്കൻഡ് റൈസ് ടു -2 and dimension is L(t⁻2). ആക്സിലേഷൻ ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ കൂടി ഉള്ള ക്വാണ്ടിറ്റിയാണ് വെക്ടർ എന്ന് വിളിക്കുന്നത്. സ്പീഡ്
സ്പീഡ്, ഡിസ്റ്റൻസ് ഇത് ഡയറക്ഷൻ ഇല്ല, സ്കേലർ ആണ്. പക്ഷെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഇത് മൂന്നും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഡീസിലേഷൻ ഡിഫൈൻ ചെയ്യും. ഡീസിലേഷൻ തന്നെയാണ് ചേഞ്ച് വെലോസിറ്റി ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, വെലോസിറ്റി കൂടുകയാണെങ്കിൽ ഫൈനൽ സ്പീഡ് കൂടുതലും ഇനിഷ്യൽ സ്പീഡ് ചെറുതുമായിരിക്കും. അപ്പൊ ചേഞ്ച് എടുക്കുമ്പോൾ പോസിറ്റീവ് വരും. ഇനി റിട്ടാർഡേഷൻ ആകുമ്പോഴത്തേക്ക് ഇനിഷ്യൽ സ്പീഡ് കൂടുതലായിരിക്കും, ഫൈനൽ സ്പീഡ് കുറവായിരിക്കും. അപ്പൊ ചെറുതിൽ നിന്ന് വലുത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് അല്ലേ? അപ്പൊ ഡീസിലേഷൻ ഈസ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആക്സിലേഷൻ വിളിക്കുന്നവരാണ് ഡീസിലേഷൻ. ക്ലിയർ ആയോ? ഇനി ഒരു പാർട്ടിക്കിളിന് വെലോസിറ്റി ഉണ്ട്, ആക്സിലേഷൻ ഇല്ല, ഈ സ്റ്റേറ്റ്മെന്റ് പോസിബിൾ ആണ്. വെലോസിറ്റി ഉണ്ട്, ആക്സിലേഷൻ ഇല്ല. വെലോസിറ്റി ഉണ്ട്, ആക്സിലേഷൻ ഉണ്ട്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും പോസിബിൾ ആണ്. ഒന്നാമത്തെ, പാർട്ടിക്കിളിന് വെലോസിറ്റി ഉണ്ട്, ആക്സിലേഷനും ഉണ്ട്. ശരിയാണല്ലോ ഇപ്പൊ പറഞ്ഞത്. രണ്ടാമത്തത്, വെലോസിറ്റി ഉണ്ട്, ആക്സിലേഷൻ ഇല്ല. ഇങ്ങനൊരു കണ്ടീഷൻ വരുമോ? വരും. ആക്സിലറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ? ഒരു പാർട്ടിക്കിൾ വൺ ഡൈമെൻഷൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, അവൻ പോകുന്ന സ്പീഡ് എപ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യൂണിഫോം സ്പീഡിൽ പൊക്കൊണ്ടിരിക്കുകയാണ്, യൂണിഫോം വെലോസിറ്റി പൊക്കൊണ്ടിരിക്കുകയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ് യൂണിഫോം. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ സ്പീഡ് 10, ഇവിടുത്തെ സ്പീഡ് 10, ഇവിടുത്തെ സ്പീഡ് 10, ഇത് 10, 10, 10. അപ്പൊ ഈ രണ്ട് പോയിന്റിലെ വെലോസിറ്റി ചേഞ്ച് എത്ര? ഇനിഷ്യൽ വെലോസിറ്റിയും 10 തന്നെയാണ്, ഫൈനൽ സ്പീഡും 10 തന്നെയാണ്. അപ്പൊ ചേഞ്ച് എത്ര? ചേഞ്ച് 0 അല്ലേ? അപ്പൊ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ് എങ്കിൽ ആ പാർട്ടിക്കിളിന് ആക്സിലറേഷൻ ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത് ഒരേ വെലോസിറ്റിയിലാണ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, വൺ ഡൈമെൻഷൻ ആകുമ്പോൾ ഡയറക്ഷൻ മാറുന്നില്ല. അപ്പൊ പോകുന്നതിന്റെ പാത്തിന്റെ മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ ഡയറക്ഷനോ മാറുന്നില്ല എങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ പാർട്ടിക്കിൾ എന്തില്ല? പാർട്ടിക്കിളിന് ആക്സിലറേഷൻ ഇല്ല. ഒരു പാർട്ടിക്കിൾ യൂണിഫോം വെലോസിറ്റി അക്യൂർ ചെയ്യണമെങ്കിൽ പാർട്ടിക്കിൾ എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. ഇപ്പൊ ട്രെയിൻ മൂവ് ചെയ്യുന്നു, സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ യാത്ര തുടങ്ങുമ്പോൾ സ്പീഡ് വളരെ കുറഞ്ഞ് കൂടി പോയി അത് കൂടി അങ്ങ് മാക്സിമം പോകത്തില്ല, പിന്നെ സ്റ്റാഗ്നേഷൻ ആവും, ഒരു മാക്സിമം വാല്യൂ ആവും, പിന്നെ കൂടത്തുമില്ല കുറയത്തുമില്ല. അപ്പൊ എന്തില്ല? പാർട്ടിക്കിളിന് ആക്സിലറേഷൻ ഇല്ല. ക്ലിയർ ആയോ? അപ്പൊ ആക്സിലറേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇസ് കാൾഡ് ആക്സിലറേഷൻ. ഡീസിലേഷൻ അങ്ങനെ തന്നെയാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി തന്നെയാണ്. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ആക്സിലറേഷന്റെ നെഗറ്റീവ് വാല്യൂ ആണ് ഡീസിലേഷൻ. അല്ലെങ്കിൽ ഡീസിലേഷൻ കണ്ടുപിടിക്കുമ്പോൾ അവരുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ദ വാല്യൂ ഓഫ് ഡീസിലേഷൻ ഇസ് ആൾവേസ് നെഗറ്റീവ്. ഓക്കെ. ഇനി എന്താണ് യൂണിഫോം ആക്സിലറേഷൻ? വാട്ട് ഈസ് യൂണിഫോം ആക്സിലറേഷൻ? ആക്സിലറേഷൻ യൂണിഫോം വരണം. ആക്സിലറേഷൻ യൂണിഫോം വരണമെങ്കിൽ ഒരു പാർട്ടിക്കിളിന് തുല്യ സമയം കൊണ്ടുണ്ടാകുന്ന വെലോസിറ്റി ചേഞ്ച് തുല്യമാകണം. ഒരു പാർട്ടിക്കിളിന് തുല്യ സമയം കൊണ്ടുണ്ടാകുന്ന വെലോസിറ്റി ചേഞ്ച് തുല്യമാണെങ്കിൽ ആ പാർട്ടിക്കിൾ യൂണിഫോം ആക്സിലറേഷനിലാണ്. അപ്പൊ ഈ പാർട്ടിക്കിൾ is said to be in uniform acceleration, then it makes equal velocity change in equal interval of time. Equal velocity change in equal interval of time. അതാണ് എന്ത്? യൂണിഫോം ആക്സിലറേഷൻ. അപ്പൊ ആവറേജ് ആക്സിലറേഷനോ എന്തായിരിക്കും? ആവറേജ് ആക്സിലറേഷൻ ആവറേജ് വെലോസിറ്റി ഡിഫൈൻ ചെയ്ത് ഒച്ചങ്ങ് പറയുക. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം, അതാണ് ആവറേജ് വെലോസിറ്റി. അപ്പം ആവറേജ് ആക്സിലറേഷനോ ഒരു പാർട്ടിക്കിൾ വൺ ഡൈമെൻഷൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ രണ്ട് പോയിന്റുകൾക്കിടയ്ക്കുള്ള വെലോസിറ്റി ചേഞ്ച്, ടോട്ടൽ വെലോസിറ്റി ചേഞ്ച് ബൈ ടോട്ടൽ ടൈം. വെലോസിറ്റി ചേഞ്ചിന് എടുക്കുന്ന സമയം നോക്കുക, വെലോസിറ്റി ചേഞ്ച് നോക്കുക, ആ വെലോസിറ്റി ചേഞ്ചിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായി?
എന്തായി? ആവറേജ് ആക്സിലറേഷൻ ആയി. അപ്പൊ ക്ലിയർ ആയി ആവറേജ് ആക്സിലറേഷൻ. അപ്പൊ യൂണിഫോം ആക്സിലറേഷൻ, ആക്സിലറേഷൻ, ആവറേജ് ആക്സിലറേഷൻ. അപ്പൊ ആവറേജ് ആക്സിലറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ആവറേജ് ആക്സിലറേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് അല്ലെങ്കിൽ total change in velocity by time. Ratio of the velocity change to time is called average acceleration. Okay. അപ്പൊ ഈ കാര്യങ്ങൾ ഒന്ന് നല്ലതുപോലെ മനസ്സിലാക്കി എടുക്കാം. ഓക്കെ.